ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 9/2/2019 പിയൂൺ അറ്റൻഡർ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി 6/1/2018 നടന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് പരീക്ഷയുടെ 40 GK ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ക്ലാസ്സിൻ്റെ പാർട്ട് 1 മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഈ ചോദ്യപേപ്പറിലെ 40 ചോദ്യം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. 41ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? ശരി ഉത്തരം ഡി. 2002 ജനുവരി 26-നാണ് ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. ഇന്ത്യയിൽ ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്ന നിയമമാണ് ഫ്ലാഗ് കോഡ്. എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എല്ലാ ദിവസവും പതാക ഉയർത്താൻ അനുവാദമുണ്ട്. വർഗീയ കാര്യസാധ്യം, വസ്ത്രം, കർട്ടൻ എന്നിവയായി ഇന്ത്യൻ ദേശീയ പതാക ഉപയോഗിക്കാൻ പാടില്ല. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രമേ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്താൻ പാടുള്ളൂ. പതാകയുടെ മുകളിൽ പൂക്കളോ മാലകളോ മുദ്രകളോ ഒന്നും സ്ഥാപിക്കാൻ പാടില്ല. ദേശീയ പതാകയെ അപമാനിക്കുന്നത് കുറ്റകരമാണ്. 42ാമത്തെ ചോദ്യം, കണക്റ്റിംഗ് ഇന്ത്യ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ്? ശരി ഉത്തരം ബി. BSNL ആണ്. 43ാമത്തെ ചോദ്യം, ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം സി. 1950 ജനുവരി 24. വന്ദേ മാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചതും 1950 ജനുവരി 24-നാണ്. സിംഹമുദ്രയെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അംഗീകരിച്ചത് 1957 മാർച്ച് 22-നാണ്. 44ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതെന്നാണ്? ശരി ഉത്തരം ബി. ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ മൗലിക അവകാശങ്ങൾ 6 സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 1978-ലെ 44-ാം ഭേദഗതിയാണ്. 45ാമത്തെ ചോദ്യം, മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ശരി ഉത്തരം സി. 42-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇല്ലാതിരുന്ന മൗലിക കടമകൾ 1976-ലെ 42-ാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A ആണ്. 46ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? ശരി ഉത്തരം എ. 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് USA-യിൽ നിന്നാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട് എന്നറിയപ്പെടുന്നത്. 47ാമത്തെ ചോദ്യം, കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ശരി ഉത്തരം ഡി. വിൻസൺ M. പോളാണ് കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരളത്തിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്ന ആദ്യ വ്യക്തി പാലാട്ട് മോഹൻദാസ് ആണ്. 48ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ശരി ഉത്തരം എ. രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഇന്ത്യൻ രാഷ്ട്രപതി ആണ്. 49ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ശരി ഉത്തരം ബി. 25 വയസ്സാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള പ്രായം 21 വയസ്സും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിക്കാനുള്ള പ്രായം 25 വയസ്സും രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായം 30 വയസ്സും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ എന്നിവരാകാനുള്ള കുറഞ്ഞ പ്രായം 35 വയസ്സുമാണ്.
50-ാമത്തെ ചോദ്യം, ഏതു ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? ശരി ഉത്തരം സി, ബംഗാളി ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്. 51-ാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ശരി ഉത്തരം സി, ജിസാറ്റ് 9. 52-ാമത്തെ ചോദ്യം, 2015-16 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? ശരി ഉത്തരം എ, കൊല്ലമാണ്. 2017-18 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തെ തിരഞ്ഞെടുത്തത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്താണ്. 53-ാമത്തെ ചോദ്യം, 2017 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ശരി ഉത്തരം ഡി, കാനഡ. ചോദ്യം 54, സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശരി ഉത്തരം ഡി, വി.എസ്. അച്യുതാനന്ദൻ. ഇപ്പോൾ നിലവിലുള്ളത് 4ാം ഭരണപരിഷ്കാര കമ്മീഷൻ ആണ്. 55-ാമത്തെ ചോദ്യം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ശരി ഉത്തരം ബി, ജോർജ് കുര്യൻ. 56-ാമത്തെ ചോദ്യം, 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് ആരാണ്? ശരി ഉത്തരം ബി, സുഗതകുമാരിയാണ്. 2018 വയലാർ അവാർഡ് ലഭിച്ചത് KV മോഹൻകുമാറിനാണ്. 2018 എഴുത്തച്ഛൻ പുരസ്കാരവും വള്ളത്തോൾ അവാർഡും ലഭിച്ചത് M മുകുന്ദനാണ്. 57-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? ശരി ഉത്തരം ഡി, കമലാണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ ലെനിൻ രാജേന്ദ്രൻ ആയിരുന്നു. അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് മരണമടഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. 58-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? ശരി ഉത്തരം സി, ഊർജിത് പട്ടേൽ ആയിരുന്നു. എന്നാൽ ഊർജിത് പട്ടേൽ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് നിലവിൽ ശക്തികാന്ത ദാസാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. 59-ാമത്തെ ചോദ്യം, സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ശരി ഉത്തരം സി, ആർദ്രം. കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതിയായ നവകേരള മിഷൻ്റെ 4 പ്രധാന പദ്ധതികളിൽ ഒന്നാണ് ആർദ്രം പദ്ധതി. ജലവിഭവങ്ങളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരളം. ഭവനരഹിതരായ എല്ലാവർക്കും ഭവനം നിർമ്മിച്ച് നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ലൈഫ്. വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. 60-ാമത്തെ ചോദ്യം, 2017 അണ്ടർ 17 ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായി തിരഞ്ഞെടുത്തിരുന്ന രാജ്യം ഏതാണ്? ശരി ഉത്തരം എ, ഇന്ത്യയാണ്. ഇതിന് വേദിയായ കേരളത്തിലെ സ്റ്റേഡിയം ചോദിച്ചാൽ കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ്. 61-ാമത്തെ ചോദ്യം, സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ്? ശരി ഉത്തരം സി, O2. 62-ാമത്തെ ചോദ്യം, ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം ഏത്? ശരി ഉത്തരം എ, മോണോട്രോപ്പ്. 63-ാമത്തെ ചോദ്യം, സങ്കര ഇനം വെണ്ട ഏതാണ്? ശരി ഉത്തരം സി ആണ്, സൽകീർത്തി. അത്യുൽപാദന ശേഷിയുള്ള വെണ്ട ഇനമാണ് കിരൺ. 64-ാമത്തെ ചോദ്യം, റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം ഏതാണ്? ശരി ഉത്തരം ഡി, മുതിരയാണ്. ചോദ്യം 65, വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ശരി ഉത്തരം ഡി, വൈറ്റമിൻ സി. വൈറ്റമിൻ ബിയും സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ. 66-ാമത്തെ ചോദ്യം, സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതി ഏതാണ്? ശരി ഉത്തരം സി, കായിക പ്രജനനമാണ്. 67-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏത്? ശരി ഉത്തരം എ, വൃക്കയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. 68-ാമത്തെ ചോദ്യം, ദഹന വ്യവസ്ഥയുടെ ഏതു ഭാഗത്തു വെച്ചാണ്
ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ശരിയുത്തരം ബി ചെറുകുടൽ. 69ാമത്തെ ചോദ്യം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ശരിയുത്തരം സി കാസർഗോഡ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ്. 70ാമത്തെ ചോദ്യം, ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിനെ സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? ശരിയുത്തരം ബി സോഡിയമാണ്. 71ാമത്തെ ചോദ്യം, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആര്? ശരിയുത്തരം സി ഡൊബറൈനർ. 72ാമത്തെ ചോദ്യം, ബലത്തിൻ്റെ യൂണിറ്റ് ഏത്? ശരിയുത്തരം ബി ന്യൂട്ടൺ. 73ാമത്തെ ചോദ്യം, ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ശരിയുത്തരം എ ഹേമറ്റൈറ്റ് ആണ്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റ്. തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്. 74ാമത്തെ ചോദ്യം, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. എന്നാൽ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. 75ാമത്തെ ചോദ്യം, ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ശരിയുത്തരം ബി പ്രോട്ടോൺ ആണ്. നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. 76ാമത്തെ ചോദ്യം, ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ശരിയുത്തരം എ ജോസഫ് പ്രീസ്ലി. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് കാവൻഡിഷ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡാണ്. 77ാമത്തെ ചോദ്യം, പ്രാഥമിക വർണ്ണം അല്ലാത്തത് ഏതാണ്? ശരിയുത്തരം സി മഞ്ഞയാണ് പ്രാഥമിക വർണ്ണത്തിൽ പെടാത്ത നിറം. 78ാമത്തെ ചോദ്യം, സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ഉള്ള ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ്? ശരിയുത്തരം സി 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ജലത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗതയാണ് 1435 മീറ്റർ പെർ സെക്കൻഡ്. ശബ്ദ തീവ്രതയുടെ യൂണിറ്റാണ് ഡെസിബൽ. 79ാമത്തെ ചോദ്യം, ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവാണ്? ശരിയുത്തരം എ താപം. താപമാണ് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവ്. 80ാമത്തെ ചോദ്യം, രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഒരു ഉപകരണം ഏതാണ്? ശരിയുത്തരം സി ബാറ്ററിയാണ്. യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ഡൈനാമോയാണ്. PSC ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമായ ഇത്തരം ക്ലാസ്സുകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.